നീ എന്താ മോനെ ചേച്ചിയെ കൂടെ കൊണ്ടുവരുന്നത്? അമ്മായി, എന്റെ പ്രോഗ്രാം പെട്ടെന്നായിരുന്നു. അമ്മാവനോടില്ലേ? ഇല്ല. ജനാർദ്ദന, മുരളിയേട്ട് വന്നിറങ്ങുന്ന കണ്ടു. കണ്ടാ മതിയോ മോനെ? സൽക്കരിക്കേണ്ടവര് സൽക്കരിച്ചാ മതി. അവനങ്ങനെയാ, മുരളി ഒന്നും വിചാരിക്കണ്ട. ജനാർദ്ദന, അവനെ വിളിക്കണ്ട. ആ അമ്മായി, ഉച്ചയ്ക്ക് മുമ്പ് എനിക്ക് കോട്ടയത്തെത്തണം. ഇരിക്കടാ മോനെ, ഊണ് കഴിച്ചിട്ട് പോയാ മതി. അയ്യോ അമ്മായി, മുരളി ഉണ്ടിട്ട് പോയ പോരെ? എങ്കിൽ നാളെ തിരിച്ചു വരുമ്പോ ഇവിടെ നിന്ന് കളയാം. പട്ടെ. ആ അമ്മായിയേ, അമ്മായിയുടെ എരിവുള്ള മീൻകറി ഉണ്ടല്ലോ, നാളെ അത് വേണം. നീ എന്താടേ കാണിച്ചത്? നീ എന്താണ് കാണിച്ചത്? ആ കവലയിലുള്ളവർ പറഞ്ഞ കേൾക്കണം. വന്നിറങ്ങിയിരിക്കുന്ന ഒരുത്തന്റെ കൂടെ. ഒരുത്തന്റെ കൂടെയോ? ഞാൻ മുരളിയുടെ കൂടെയല്ലേ വന്നത്? അമ്മ എന്തിനാ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? മോളെ, നിനക്കൊരാലോചന. ഇവിടുത്തെ എല്ലാ കാര്യം അറിയാവുന്നവരാ, അധികം ഒന്നും ആലോചിക്കാൻ നിൽക്കണ്ട. ചേച്ചി ഇങ്ങനെ കഴിയുന്ന കാണുമ്പോ ഞങ്ങൾക്ക് വിഷമമുണ്ട്. അല്ല, അമ്മ പറയുന്ന ഒന്ന് കേട്ടേ മോളെ. എനിക്കിപ്പോ വിവാഹം വേണ്ടെന്ന്. എന്നാ കട്ടാച്ചക്കാട്ടിയോടെ നിന്നോ. എനിക്ക് വേണ്ടി നിങ്ങൾ ആരും ഇനി വിവാഹം നടത്തണ്ട. മോളെ, എന്താ മോളെ നിന്റെ മനസ്സിൽ? വേറെ വല്ല വിചാരമുണ്ടോ? മുരളിയെ മറ്റാണോ? സന്തോഷമാണോ മോളെ എനിക്ക്? മോളെ, ചോദിക്കാതിരുന്നാൽ ഞാൻ തെറ്റുകാരിയാവും. നീയൊരു പെണ്ണ, സൂക്ഷിക്കേണ്ടത് നമ്മളാണ്. അമ്മായി, നിനക്കെന്റെ മോനെ ഇഷ്ടമാണ്? പറയൂ. നിങ്ങൾ തമ്മിൽ വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. ശരി, മോള് പോ. ഞാൻ മുരളിയോടൊന്ന് സംസാരിക്കട്ടെ. സ്ത്രീ പുരുഷ ബന്ധങ്ങൾക്ക് നാം ഇവിടെ കൽപ്പിക്കുന്ന അതിർത്തികളുണ്ടല്ലോ, അതൊന്നും സിംഗപ്പൂരിലില്ല. പണക്കൊഴുപ്പിന്റെ വിസ്മൃതിയിൽ ബ്രേക്ക് പോയ ബന്ധങ്ങളാണ് ഇവിടെ. നിശാ ക്ലബ്ബുകൾ, നഗ്ന പ്രദർശനങ്ങൾ, അന്വേഷിക്കാതെ തന്നെ മുന്നിലെത്തുന്ന വികാരവതികൾ. ആ പ്രലോഭനങ്ങളിൽ ആത്മാവ് നഷ്ടപ്പെട്ടു പോയ ഒരാളാണ് ഞാൻ. എന്റെ മനസ്സ് നിമിഷങ്ങളിൽ ഒതുങ്ങുന്ന ഒരു കാമുകന്റേതാണ്. ഏതെങ്കിലും ഒരു പെൺകുട്ടിയോടല്ല, 100 പെൺകുട്ടികളോട്. ഞാൻ അതൊന്നും അറിയാൻ ആഗ്രഹിച്ചില്ലല്ലോ. പ്രമിളെ, ഇന്നലെ രാത്രി ഞാൻ ആ മുറിയിലേക്ക് കടന്നു വന്നിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? നീ എതിർക്കുമായിരുന്നു? പറയൂ. എനിക്കറിഞ്ഞൂടാ. വൈക്കത്ത് നിന്നുള്ള മടക്കയാത്രയിൽ നിന്നിൽ ഉണർന്നു കണ്ട വികാരമാണ് എന്നെ നിന്റെ മുറിയിലെത്തിച്ചത്. മുരളി, സിംഗപ്പൂരിൽ അഴിഞ്ഞിടുന്ന പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ എന്നെയും പെടുത്തിയല്ലേ? രാത്രി നീ എന്റെ മുറിയിൽ വന്നപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് എന്നേക്കാളേറെ നീ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. മുരളി, തകർന്ന മനസ്സോടെയാണ് ഞാനിങ്ങോട്ട് വന്നത്. മുരളി എന്നെ മാറ്റിയെടുത്തു. അത് മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം. എന്നാൽ നീ നിന്റെ ജീവിതവുമായി എന്റെ മുന്നിൽ നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ മുരളിയുടെ മുറപ്പെണ്ണാണ്. എന്നെ മുരളിക്ക് സ്നേഹിക്കാം, വിവാഹം കഴിക്കാം. ആ ഒരു അവകാശം ഉള്ളത് കൊണ്ടല്ല ഞാൻ ഈ പറയുന്നത്.
പിന്നെ മനസ്സിലുള്ള മണ്ടൻ കമ്പനി അടിച്ചോടിക്കാൻ മുരളി എന്നോട് പറഞ്ഞില്ലേ? പറഞ്ഞു. എന്നാലേ മറ്റൊരാൾക്ക് അങ്ങോട്ട് കയറി വരാൻ ഒക്കുമെന്നും ഞാനായിരിക്കുന്നു പ്രമിളയ്ക്ക് തോന്നിയല്ലേ? മുരളി തോന്നിപ്പിച്ചു. മുരളിയുടെ പെരുമാറ്റം അങ്ങനെയായിരുന്നു. അന്ന് സാരികൾ വാങ്ങി തന്നപ്പോൾ ഉടവ് വാങ്ങിക്കുന്ന ഒരു കല്യാണ പെണ്ണിന്റെ മനസ്സോടെയാണ് ഞാനത് സ്വീകരിച്ചത്. എനിക്കൊരു ജീവിതം കിട്ടുകയാണെന്ന് ഞാൻ കരുതി. ആ മനസ്സാണ് മുരളി ഇന്നലെ എന്നെ മുരളിയുടെ മുറിയിൽ എത്തിച്ചത്. ഒരിക്കലും എന്റെ ശരീരമല്ല. പ്രമിളെ, ഞാൻ നിന്നെ മനസ്സിലാക്കിയില്ല. നീ എന്നെയും. രണ്ടുപേർക്കും തെറ്റിപ്പോയിരിക്കുന്നു. പ്രമിളെ, എന്റെ മനസ്സിലൊരു ഭാര്യയുടെ സങ്കല്പമില്ല. അതുകൊണ്ട് ഒരു ഭർത്താവിനെ നീ എന്നിൽ നിന്നും പ്രതീക്ഷിക്കും. പിള്ളേ, എന്തോ ആ പെട്ടി എടുപ്പിച്ചോളൂ. ഓ, നടക്ക്. പിള്ളേ, ഈ വീടൊക്കെ കാണിച്ചു കൊടുക്കൂ. അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയാണ്. കൃഷ്ണ, അകത്തേക്ക് വെച്ചേക്കൂ. വരൂ, വീടൊക്കെ ഒന്ന് കാണാം. എന്തെങ്കിലും ചെയ്യിക്കാന്ന് വെച്ചാൽ സമ്മതിക്കില്ല. ഒന്നും വേണ്ടെന്നാ പറയാ. എങ്ങനെ സൂക്ഷിച്ചിരുന്ന വീടാണെന്നറിയാമോ? ഇപ്പൊ ഒരടുക്കും ചിട്ടയുമില്ല. അദ്ദേഹത്തിനും ഇല്ല അതിലൊരു താല്പര്യം.
ഇതാണ് അദ്ദേഹം ഇരിക്കുന്ന മുറി. വരൂ. ഇരിക്കൂ. എന്റെ ആദ്യ ഭാര്യ വിലാസിനി മരിച്ചിട്ട് 8 വർഷങ്ങളായി. ഇനിയൊരു വിവാഹം വേണ്ടാന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ മറ്റൊരു തീരുമാനമെടുക്കാൻ എന്റെ ഇപ്പോഴത്തെ സാഹചര്യം നിർബന്ധിതനാക്കി. അന്വേഷണങ്ങൾക്കും ചടങ്ങുകൾക്കും നിന്നില്ല. അങ്ങനെയാണ് വധുവിനെ ആവശ്യമുണ്ടെന്ന് പത്രങ്ങളിൽ പരസ്യം ചെയ്യുന്നത്. ധാരാളം രക്ഷിതാക്കളുടെ കത്തുകൾ വന്നു. കൂട്ടത്തിൽ ഒരു പെൺകുട്ടി നേരിട്ടെഴുതി. അത് നീയായിരുന്നു. ഇതാണ് ആ കത്ത്. വായിക്കേ. വായിച്ചതല്ലേ? അതെ, പക്ഷേ ഇപ്പോൾ എന്റെ മുന്നിലിരുന്ന് നീ അത് വായിച്ചു കേൾക്കാൻ ഒരാഗ്രഹം. വായിക്കൂ. എന്റെ പേര് പ്രമീള. BA പാസ്സായിട്ടുണ്ട്. പ്രാരാബ്ധങ്ങളും കുടുംബത്തിന് അച്ഛനുണ്ടാക്കി വെച്ച ദുഷ്പേരുകളും കാരണം എനിക്ക് വന്ന വിവാഹാലോചനകളൊക്കെ നടക്കാതെ പോയി. ഞാനൊന്നും മറച്ചു വയ്ക്കുന്നില്ല. 2 പുരുഷന്മാർ എന്റെ മനസ്സിൽ വിവാഹ പ്രതീക്ഷകൾ ഉണർത്തിയിരുന്നു. നിരാശയായിരുന്നു ഫലം. എന്റെ ശരീരം കളങ്കപ്പെട്ടിട്ടില്ല. സ്നേഹിച്ചവരിൽ എന്റെ മനസ്സ് നഷ്ടപ്പെട്ടിട്ടുമില്ല. എനിക്കൊരു ജീവിതം വേണം. ആ ആഗ്രഹമാണ് ഈ കത്ത്. ഈ നിസ്സഹായതയും ആത്മാർത്ഥതയുമാണ് നിന്നെ തിരഞ്ഞെടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. നാട്ടുകാരെ കൊണ്ട് ഇനി അധികം പറയിപ്പിക്കാതെ ഇത് നോക്കി ആർക്കെങ്കിലും വല്ലയിടത്ത് പോകാൻ നോക്ക്. ഇതെല്ലാം എനിക്ക്. അതെ, ഇന്നലെ വരെ നീ എന്ത് ധരിച്ചിരുന്നു, എങ്ങനെ നടന്നിരുന്നു എന്നതൊരു പ്രശ്നമല്ല. ഇന്ന് നീ അഡ്വക്കേറ്റ് വിശ്വനാഥന്റെ ഭാര്യയാണ്. ഇനി എന്റെ അന്തസ്സിനൊത്ത് വേണം നീ ജീവിക്കാൻ, പ്രത്യേകിച്ച് വേഷത്തിലും ഭാവത്തിലും. ഇത് രാത്രി ഉറങ്ങുമ്പോൾ ധരിക്കാനുള്ളതാണ്.
നല്ല ചേർച്ചയുണ്ട്. ആദ്യമായിട്ടാണ്. എനിക്കിഷ്ടപ്പെട്ടു. ഐശ്വര്യമുള്ള മുഖം, കണ്ടിട്ട് പാവാണെന്നാ തോന്നുന്നത്. അങ്ങേരുടെ മൂശേട്ടത്തരവുമായി എങ്ങനെ ഒത്തുപോകുമെന്നാ. അത് അവരുടെ കാര്യം, അവര് നോക്കിക്കോളും. താൻ പോയി കിടക്കാൻ നോക്കും. ഓ ആശാനെ, ചൂടാവാതപ്പാ. ഹലോ, ആരാ? പ്രമീളയോ? നീ ഇപ്പൊ എവിടുന്നാ വിളിക്കുന്നേ? എന്റെ വീട്ടിന്ന്. ആ ആ ഓഹോ, അഡ്വക്കേറ്റ് വിശ്വനാഥനോ? അമ്പടി കേമി, നീ എന്നെ പോലെ അറിയിക്കാതെ. അതിരിക്കട്ടെ, ആളെങ്ങനെയുണ്ടടി? ഞാനിഷ്ടങ്ങളൊക്കെ. അപ്പോഴേ ഇനിയൊരു ഹണിമൂണിനൊക്കെ പോവണ്ടേ? നിങ്ങൾ രണ്ടുപേരും കൂടെ വരുന്നുണ്ടോ? വൈകിട്ടോ? വരൂ. ഓടി അവിടുന്ന്. അത് ഇങ്ങോട്ട് വരുമ്പോ ഞാൻ പറയാം. ആ, വരാതിരിക്കരുത് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും. വെക്കട്ടടി. ആരാ അത്? ഹേമാവതി, ബാങ്കിൽ എന്റെ കൂടെ ജോലി ചെയ്തിരുന്ന പെണ്ണ്. എന്താ ജോലി? ക്ലർക്കാണ്. ഞങ്ങൾ വലിയ കൂട്ടായിരുന്നു. അവളും ഭർത്താവും വൈകിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇത്തരം കൂട്ടുകെട്ടുകളൊന്നും എനിക്ക് ഇഷ്ടമല്ല. എന്റെ സ്റ്റാറ്റസിൽ നിരക്കാത്ത ബന്ധങ്ങൾ ഉപേക്ഷിക്കണം. ബാലേന്ദ്രനോ? വരൂ. ഇനി അമ്മണിക്ക് ഇങ്ങോട്ട് വരാൻ ഒരു കാരണമായി. പ്രമീള അകത്തുണ്ട്, ചെല്ലു. ഞാൻ അങ്ങോട്ട് ഫോൺ ചെയ്യാനിരിക്കായിരുന്നു. എന്താ സാർ? ചേച്ചി, ആ കേസ് നമുക്കൊരു ചലഞ്ചാണ്. ബാലേന്ദ്രന്റെ റിപ്പോർട്ടിൽ ഞാൻ ചില നോട്ട്സ് എഴുതി വെച്ചിട്ടുണ്ട്, നോക്കണം. നീ അമ്മണി അറിയില്ലേ? മുകളിലേക്ക് കൂട്ടിക്കൊണ്ട് പോകും. ഞങ്ങൾ വന്നത് രണ്ടുപേരെ വീട്ടിലേക്ക് ക്ഷണിക്കാനാണ്, ഞായറാഴ്ച ലഞ്ചിന്. ഓഹോ, വിരുന്ന് സൽക്കാരം. ഈയിടെ ദിവസവും അതൊരു പരിപാടിയായിരിക്കാണ്. ആയിക്കോട്ടെ, കമോൺ, ലെറ്റ് us have a drink. എക്സ്ക്യൂസ് മീ സർ, ഞങ്ങളൊരു സിനിമയ്ക്ക് നമ്മളിരുന്നാ സംസാരിച്ചിരുന്നു, ലേറ്റ് ആവും. ഓക്കെ, ഗോ അഹെഡ്. നല്ല സാരി എവിടുന്ന് വാങ്ങിയതാ? അറിഞ്ഞൂടാ, അദ്ദേഹം കൊണ്ടുവന്നതാ. അത് ശരി. ചേച്ചി പുറത്തെങ്ങാനും പോകുന്നുണ്ടോ? വീട്ടിലിരിക്കുമ്പോഴും ഇങ്ങനെയൊക്കെ വേണമെന്നാ. അത് കൊള്ളാമല്ലോ. ചേച്ചി വളരെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. അമ്മണി, മിസ്സസ് വിശ്വനാഥനെ ക്ഷണിച്ചില്ലേ? പിന്നെ ഞാൻ പറഞ്ഞു. 6:30 മുഴുവൻ സിനിമയും കാണാൻ വേമ്പ. ചേച്ചി വരുന്ന ഒരു സിനിമയ്ക്ക്? ഇല്ല. അപ്പൊ ഞങ്ങൾ ചെല്ലട്ടെ. ഞായറാഴ്ച മറക്കരുതേ. വരട്ടെ ചേച്ചി.
അമ്മിണി ക്ഷണിക്കാൻ വന്നതാ. ആ വന്നു. ഞാൻ മറുപടിയൊന്നും പറഞ്ഞില്ല. പോകാമോ പോകാൻ പാടില്ല എന്നൊന്നും. എന്ത്? അല്ല, നേരത്തെ ഹേമ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞപ്പോ. അതുപോലെയാണോ ബാലേന്ദ്രന്റെ ഭാര്യ?